എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അതായത് ജൂൺ 27 പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admissions.uc.ac.in/admission എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വീണ്ടും ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുണ്ടോ, അതുപോലെ തന്നെ അഡ്മിഷൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുക, അഡ്മിഷൻ എടുക്കാൻ കോളേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഡൊണേഷനോ മറ്റു കാര്യങ്ങളോ കൊടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷനായിട്ട് എത്ര ഫീസാണ് വിദ്യാർത്ഥികൾ കോളേജിൽ അടക്കേണ്ടതായിട്ട് വരിക എന്നുള്ളതും, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച സെയിം ഓപ്ഷൻ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും കിട്ടുമോ എന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു കോളേജ്, ഏതെങ്കിലും ഒരു കോഴ്സ് ഉള്ള ഒന്നാണ് ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ആദ്യം നോക്കാം. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സെയിം ഓപ്ഷൻ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ളത്, നിങ്ങളവിടെ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും സെയിം ഓപ്ഷൻ തന്നെയാണ് കിട്ടുക. കാരണം ഒന്നാമത്തെ ഓപ്ഷന് മുകളിൽ വേറെ ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ താഴെയുള്ള ഓപ്ഷൻ പിന്നീട് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയത് കാരണം ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. ആ ഒരു ഫസ്റ്റ് കിട്ടിയ ആ ഒരു സെയിം കോളേജ് കോഴ്സ് തന്നെയായിരിക്കും അലോട്ട്മെൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയത്, നിങ്ങൾക്കിപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ 20 വരെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി 6 മുതൽ ഈ ഒരു 20 വരെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം പിന്നീട് ബാക്കിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളാണ്. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ചില വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരത്തിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സെയിം കോളേജിൽ തന്നെയായിരിക്കും നിങ്ങൾ ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സീറ്റിലാണ് നിങ്ങൾ പിന്നീട് ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതേസമയം ഹയർ ഓപ്ഷൻസ് ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും 1-2 ഓപ്ഷൻസ് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള, അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാക്കി എത്ര ഓപ്ഷൻ ഉണ്ടോ ആ ഒരു ഓപ്ഷനുകളിലൊക്കെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ, അതായത് നിങ്ങൾ ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, ആ ഒരു കിട്ടിയ ഓപ്ഷന് മുകളിൽ വേറെ കുറേ ഓപ്ഷൻ ബാക്കിയുണ്ടെങ്കിൽ, ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെ, ഇപ്പോൾ 15ാമത്തേതാണ് 1 മുതൽ 14 വരെയുള്ള ഓപ്ഷൻ. ഇങ്ങനെ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നത് ആയിരിക്കും. അതുപോലെ തന്നെ പുതുതായിട്ട് കിട്ടിയ സീറ്റിലായിരിക്കും നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങളൊരു സീറ്റിൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും കുറച്ച് ഹയർ ഓപ്ഷൻ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നിലനിർത്തിയിട്ടുള്ള ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ അല്ല പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരികയും ചെയ്യുക. സാധാരണഗതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ കോളേജുകൾ അനുവദിക്കാറില്ല. ചില കോളേജുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ അവസരം തരും ടെമ്പററി അഡ്മിഷൻ എടുത്ത് തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാനായിട്ട്. എന്നാൽ സാധാരണ അധിക കോളേജും അഡ്മിഷൻ സമയത്ത് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജുമായി കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ FIUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ CAP IDയും സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യുക. CAP ID എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഈ ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ ID ആണ്. അപ്പോൾ ആ ഒരു CAP IDയും അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീയും കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക.
അഥവാ നിങ്ങൾ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് താഴെട്ട് തന്നെ ഒരു ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫോൺ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും അത് SMS ആയിട്ടും ഇമെയിൽ ആയിട്ടും വരുന്നതാണ്. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്കും അതുപോലെ തന്നെ അതായത് ആ ഒരു ഇമെയിൽ ഐ ഡിയും അതുപോലെ മൊബൈൽ നമ്പറുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് റിക്കവർ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രൊഫൈൽ പേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ മുകളിലായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിലവിൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഇവിടെ ഈ ഒരു പേജ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പുതുതായിട്ട് കിട്ടുകയാണെങ്കിലും ഇതേ രീതിയിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് ഇൻ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് കാണാം. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുള്ള ആ ഒരു ഓപ്ഷൻ കാണാം. അതായത് ആ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ ആ ഒരു ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് എന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജനറൽ കാറ്റഗറി വിദ്യാർത്ഥികളാണെങ്കിൽ 575 രൂപയും, നിങ്ങൾ SC ST അല്ലെങ്കിൽ OBC വിഭാഗത്തിലോ അല്ലെങ്കിൽ OEC വിഭാഗത്തിലോ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 145 രൂപയുമാണ് ഫീസ് വരിക. നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. ചില സമയങ്ങളിൽ ഈ ഒരു UPI വെച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഫീ പേയ്മെൻറ്റ് ഫൈൽഡ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ് ബാങ്കിങ് മുഖേന ഫീസ് അടക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയൊക്കെയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ചലാൻ റെസിപ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇവിടെ മാൻഡേറ്ററി ഫീ അടച്ചതിൻ്റെ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. അത് അഡ്മിഷൻ സമയത്ത് ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മറ്റൊരു ടാബ് കൂടി ഈ ഒരു പേജിലേക്ക് വരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ടാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചില സമയത്ത് അത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ ആ ഒരു പേജിൽ തന്നെ അതിനായിട്ടുള്ള ലിങ്ക് വരികയാണ് ചെയ്യുക. ചില സമയത്ത് ഈ ഒരു പേജിൽ തന്നെ മറ്റൊരു ടാബായിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാബ് വരികയാണ് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ആ ഒരു ഡീറ്റെയിൽസ്, നിങ്ങളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ്, അതുപോലെ ഏത് കോളേജിൽ ഏത് കോഴ്സിന് കിട്ടിയെന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിങ്ങൾ എത്ര രൂപ ഫീസ് അടച്ചിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയുള്ള ഒരു പ്രിൻ്റ് ഔട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ. അതായത് ഒരു PDF ആണ്. അത് നിങ്ങൾക്ക് അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നിങ്ങനെ ഏത് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയിൽ ഉണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു 1-2 കോപ്പി നിങ്ങൾ എടുത്തു വെക്കുക. കാരണം അഡ്മിഷൻ സമയത്ത് നിങ്ങൾക്ക് അത് ആവശ്യമാണ്. പിന്നീട് വല്ല സ്കോളർഷിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണെങ്കിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ പിന്നീട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് പിന്നീട് വെബ്സൈറ്റിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയും എടുത്ത് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ അഡ്മിഷൻ എന്ന് പറയുന്നത് സാധാരണ നേരത്തെ പറഞ്ഞതുപോലെ പെർമനൻറ്റ് അഡ്മിഷനാണ് കോളേജിൽ നൽകാറുള്ളത്. ചില കോളേജ് തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീസ് പിന്നീട് അടക്കാനുള്ള ഒരു സൗകര്യം കൊടുക്കാറുണ്ട്. എന്നാൽ എല്ലാ കോളേജും ആ ഒരു രീതിയിൽ സൗകര്യം കൊടുക്കാറില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ അന്വേഷിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കിട്ടി, അതിന് മുകളിൽ ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിലവിൽ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിൽ ഓൾറെഡി നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും പുതുതായിട്ട് കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എവിടെയാണോ കിട്ടിയത് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയത് അവിടെ ആയിരിക്കും നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരിക. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം ഏത് കോളേജിലാണോ കിട്ടിയത് അവിടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജോയിൻ ചെയ്യുന്ന സമയത്ത് കോളേജിൽ എന്തൊക്കെ ഫീസുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്.
ഇപ്പോൾ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏകദേശം ഒരു 5000 രൂപക്കുള്ളിൽ മാത്രമാണ് ഫീസ് വരുള്ളൂ. അതായത് PT ഫണ്ടും കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഏകദേശം ഒരു 5000 രൂപക്കുള്ളിലാണ് ഫീസ് വരികയുള്ളൂ. അതുപോലെ യൂണിഫോമോ മറ്റോ നിങ്ങൾ വാങ്ങിച്ച് പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾ, അതായത് പെർമനൻറ്റ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം വാങ്ങിക്കാനാണെങ്കിൽ അതിനനുസരിച്ച് എക്സ്ട്രാ ഫീസ് കൂടി വരുന്നതാണ്. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫീസ് വരികയുള്ളൂ. അതുപോലെ തന്നെ എയ്ഡഡ് കോളേജിൽ സെൽഫ് ഫിനാൻസ് കോഴ്സ് ഉണ്ട്, SF എന്ന് പറഞ്ഞുകൊണ്ട് ചില കോഴ്സുകൾക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ സെൽഫ് ഫിനാൻസ് കോഴ്സാണ് കിട്ടിയതെങ്കിലും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസ് കോഴ്സുകളോ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിലോ ആണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് അനുസരിച്ച് സെമസ്റ്റർ ഫീസ് ആയിട്ട് ആദ്യത്തെ സെമസ്റ്റർ ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. സെമസ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 4 വർഷത്തെ കോഴ്സാണ്, 4 വർഷം 8 സെമസ്റ്ററാണ്. അപ്പോൾ ഏകദേശം 10,000 രൂപയോളമാണ് ഒരു സെമസ്റ്ററിന് ഫീസ് വരിക. അതുപോലെ തന്നെ PTA ഫണ്ടായിട്ട് ഏകദേശം ഒരു 3000-ഓളം രൂപ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫീസും സ്റ്റേഷനറി അതുപോലെ മറ്റെന്തെങ്കിലും ഫീസോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു 2000 രൂപ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ടോട്ടലായിട്ട് ഒരു 15,000 രൂപയോളം നിങ്ങൾക്ക് ചിലപ്പോൾ വരാം. അത് നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് അനുസരിച്ചിട്ടാണ് ഈ രീതിയിൽ സെമസ്റ്റർ ഫീസ് വരുള്ളൂ. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന കോഴ്സ് അനുസരിച്ച് ഈ ഒരു ഫീസിലൊക്കെ വളരെയധികം കുറവും കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന മുമ്പായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് അഡ്മിഷൻ സമയത്ത് അടക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജൊക്കെ ആണെങ്കിൽ സെമസ്റ്റർ വൈസ് ഫീസ് ഓരോ സെമസ്റ്ററും ഫീസ് ഇനത്തിൽ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ കോഴ്സ് ഏതാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അത് അനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു ഫീസ് വരിക. നിങ്ങൾക്ക് കിട്ടിയ കോഴ്സ് അനുസരിച്ച് ഫീസിൽ കുറവുണ്ടാവും. അതുപോലെ തന്നെ ചില കോഴ്സുകൾക്ക് ഫീസ് കൂടുതലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് എത്ര രൂപയാണ് ഫീസ് വരിക എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ BCA കോഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 15,000 രൂപയൊക്കെ ആയിരിക്കും സെമസ്റ്റർ ഫീസ് ഇനത്തിൽ വരാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഓരോ കോഴ്സിൻ്റെയും സ്പെഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിനനുസരിച്ച് ഫീസിൽ വ്യത്യാസം വരുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു ഫീസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം കോളേജിൽ അഡ്മിഷനായിട്ട് പോകാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്, വിദ്യാർത്ഥികൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റുമോ, നിലവിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാതെ തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുപോലെ പിന്നീട് അപേക്ഷിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്, എന്നാലും നിങ്ങൾക്കത് കുറച്ചൊരു അപേക്ഷിക്കാനൊക്കെ ആയിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിന് കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോളേജിൽ ജസ്റ്റ് ഒന്ന് പറയുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് സമയം അനുവദിക്കുന്നതാണ്, അതായത് ഫീസ് അടക്കാനായിട്ട് സമയം കാര്യങ്ങളൊക്കെ അനുവദിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ ഈ ഒരു ജൂൺ 27 മുതൽ ജൂൺ 27 മുതൽ ഈ ഒരു ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണി വരെയാണ് നിങ്ങളുടെ അഡ്മിഷൻ. അതായത് ജൂൺ 27 മുതൽ ജൂലൈ 2-ാം തീയതി വരെയാണ് നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതിനുശേഷം ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ചെയ്യാനുള്ള സൗകര്യം ഇതേ രീതിയിൽ തന്നെ ഈ ഒരു ജൂൺ 27 മുതൽ ജൂലൈ 2-ാം തീയതി വരെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 7-ാം തീയതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയത്ത് നിങ്ങൾക്ക് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നവരെ ഫ്രീ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം തരും. ഫ്രീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കോളേജിൽ അടക്കേണ്ട കോഴ്സ് ഫീസാണ്. അപ്പോൾ ആ ഒരു ഫീസ് അടക്കാനുള്ള ടൈം നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ചില കോളേജ് ആ ഒരു രീതിയിൽ ടൈം തരും, ചില കോളേജ് ഫീസ് അടക്കണമെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ പിന്നീട് കോളേജിൽ ഫീസ് അടച്ച് നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതും. പിന്നീട് വിദ്യാർത്ഥികൾക്ക് പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണോ അതിൽ ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുക. അല്ലാതെ പുതുതായിട്ട് വീണ്ടും ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് വരെ ലഭ്യമാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ തേർഡ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യണം, എന്നാൽ നിങ്ങൾക്ക് അതായത് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ ശേഷം പിന്നീട് നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങളെ പുറത്താക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അലോട്ട്മെൻറ്റ് വന്ന ശേഷം ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ ആ ഒരു കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.